മലയാളത്തിൻ്റെ MT വിടവാങ്ങിയിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടേ ഉള്ളൂ. MTയെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയുമ്പോൾ അദ്ദേഹം ബഹുമാന്യനായിട്ടുള്ളൊരു വലിയ പത്രാധിപർ കൂടിയായിരുന്നു. വലിയ എഴുത്തുകാരനാകുമ്പോൾ തന്നെ അത്രമേൽ മികച്ചൊരു പത്രാധിപർ കൂടിയായിരുന്നു. അപ്പോൾ ആ വേർപാട് നിൽക്കുന്നൊരു ഘട്ടത്തിൽ തന്നെയാണ് മലയാള മാധ്യമ ലോകത്തെ സംബന്ധിച്ച് ഏറെ ആദരണീയനായ മറ്റൊരു പത്രാധിപരുടെ, ഒരു മുതിർന്ന പത്രാധിപരുടെ വേർപാട് കൂടി ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് വന്നു എന്നതുകൂടിയുണ്ട് വിനിഷ. എസ് ജയചന്ദ്രൻ നായർ 86 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ബംഗളൂരിൽ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു അന്ത്യം. ഇന്ന് രാത്രി തന്നെ സംസ്കാരം ഉണ്ടാകുമെന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ലോക സാഹിത്യത്തിനും പത്രലോകത്തിനും കനത്ത നഷ്ടമെന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വേർപാടിൽ അനുശോചിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് റിപ്പോർട്ട് വിജുമുത്തത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മലയാള സാഹിത്യത്തിലെ ഇതിഹാസ വ്യക്തിത്വങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തെ കടഞ്ഞെടുത്ത പത്രാധിപരാണ് എസ് ജയചന്ദ്രൻ നായർ. 70കൾക്ക് ശേഷമുള്ള മലയാള സാഹിത്യത്തിന്റെ ഓരോ വസന്തകാലത്തിലും എസ് ജയചന്ദ്രൻ നായരുടെ കയ്യൊപ്പുണ്ട്. 1957 കെ ബാലകൃഷ്ണൻ പത്രാധിപരായ കൗമുദിയിലൂടെ ജയചന്ദ്രൻ നായരുടെ പത്രപ്രവർത്തനം ആരംഭിക്കുന്നത്. പിന്നീട് ജയചന്ദ്രൻ നായർ കലാകൗമുദി ആഴ്ചപ്പതിപ്പിന്റെ പത്രാധിപരായിരുന്നപ്പോഴാണ് MTയുടെ രണ്ടാം ഊഴം ഉൾപ്പെടെ കേരളം എതിരേറ്റ വിഖ്യാതമായ പല രചനകളും പ്രത്യക്ഷപ്പെട്ടത്. MT വാസുദേവൻ നായർ പത്രാധിപരായ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് സമാന്തരമായി മലയാള സാഹിത്യത്തിൽ ജയചന്ദ്രൻ നായർ വേറൊരു വായനാധാര തന്നെ രൂപപ്പെടുത്തി. മലയാള രാജ്യത്തിൽ നിന്നും M കൃഷ്ണൻ നായരുടെ സാഹിത്യപാരഫലവും മാതൃഭൂമിയിൽ നിന്ന് നമ്പൂതിരി ചിത്രവും കലാകൗമുദിയിലെത്തിച്ച ജയചന്ദ്രൻ നായർ നീണ്ടകാലം മലയാളത്തിലെ ഒന്നാം നിര പീരിയോഡിക്കൽസ് പത്രാധിപരായി തന്നെ തലയുയർത്തി നിന്നു. മലയാള ഗദ്യസാഹിത്യത്തിലെ നാഴികക്കല്ലുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചന്ദരവീന്ദ്രന്റെ അകലങ്ങളിലെ മനുഷ്യരുടെയും ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ചിദംബര സ്മരണകളുടെയും പിന്നിലെ പ്രേരണയും ജയചന്ദ്രൻ നായരായിരുന്നു. ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസ് ഉൾപ്പെടെയുള്ള വിശ്വസാഹിത്യ പ്രതിഭകളെ സമൃദ്ധമായി മലയാളി വായനക്കാരുടെ മുന്നിലെത്തിച്ച ജയചന്ദ്രൻ നായർ മലയാളത്തിലെ ഏറ്റവും മികച്ച വായനക്കാരിലൊരാളുമാണ്. ലോക സിനിമാ ചരിത്രത്തിലും സവിശേഷമായ അവഗാഹമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം നേടിയ ഷാജി എൻ കരുണിന്റെ പിറവി, സ്വം എന്നീ സിനിമകളുടെ തിരക്കഥാകൃത്തുമാണ് എസ് ജയചന്ദ്രൻ നായർ. 2012 അദ്ദേഹത്തിന്റെ എന്റെ പ്രദക്ഷിണ വഴികൾ എന്ന ആത്മകഥയ്ക്ക് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. എസ് ജെ വിട പറയുമ്പോൾ മലയാളം കണ്ട ഏറ്റവും മൗലികതയുള്ള പത്രാധിപരാണ് വിട പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.